അപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാറിൻ്റെ നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് ഷെയർ ചെയ്യാമോ? നാട് കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പിനടുത്താണ്. വീട്ടിൽ ഭാര്യ 3 മക്കളാണുള്ളത്. സാർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് തുടങ്ങാനായാലും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലും ഒരു മിത്രമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മിത്രം? ഈ മിത്രം സർക്കാർ ഇതര സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ജനസേവന കേന്ദ്രങ്ങളുടെ ശൃംഖലയാണ് ഈ മിത്രം. ഓക്കെ, ജനസേവന കേന്ദ്രങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ മിത്രം എന്ന് പറയുന്നത്. ഈ ജനസേവന കേന്ദ്രത്തിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ ഓൺലൈൻ സേവനങ്ങൾ കിട്ടുന്നതിനുപരിയായിട്ട് നമ്മളൊരു സാധാരണ രീതിയിൽ ഒരാൾക്കൊരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരാൾക്ക്, അതായത് മുതൽ മുടക്ക് തീരെ കുറഞ്ഞ്, അതായത് ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കടമുറിയും വെച്ച് തന്നെ ഒരു ബിസിനസ് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സാധാരണ കോടികളും ലക്ഷങ്ങളും മുടക്കി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് വളരെ എളുപ്പത്തിൽ നഷ്ടസാധ്യത തീരെ ഇല്ലാത്തൊരു ബിസിനസ്സാണ് ഈ മിത്രം എന്നതുകൊണ്ട്, ഈ മിത്രം ചെയ്തുകൊണ്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ മിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടറും അല്ലെങ്കിൽ പ്രിൻ്ററും ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നതാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഒരു മുതൽ മുടക്ക് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും? തീർച്ചയായും ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും പറഞ്ഞാൽ സാധാരണ 20,000 രൂപയാണ് ഒരു കമ്പ്യൂട്ടർ. ഒരു പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി ചാർജാണ്. ഫ്രാഞ്ചൈസി ചാർജ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്ന ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് എൻഡ് സപ്പോർട്ട്, ബ്രാൻഡിങ്, ഇതിനും കൂടെ ഒരു ഫ്രാഞ്ചൈസി ചാർജ് ഉണ്ട്. അത് 35,000 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഈ 35,000 രൂപയിൽ ലൈസൻസിങ് വരും. കാരണം ഓൺലൈൻ കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അത് ലൈസൻസോടുകൂടി ചെയ്യണം. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റ് ആർക്ക് മൊബൈൽ എടുക്കാൻ പറ്റും. പക്ഷെ അത് വിൽക്കണമെങ്കിൽ, ഒരു ബോർഡ് വെച്ച് വിൽക്കണമെങ്കിൽ അതിന് കൊമേഴ്സ്യൽ പോർട്ടൽ വേണം. അതേപോലത്തെ പോർട്ടലുകൾ, അതാണ് ലൈസൻസ് ഉദ്ദേശിക്കുന്നത്. അതേപോലത്തെ ലൈസൻസുകളെല്ലാം സംവിധാനത്തിന് തരും. പിന്നെ ട്രെയിനിങ് ഉണ്ടാവും. ഇതിങ്ങനെ എങ്ങനെയാണ് ഇത്രയും സർവീസുകൾ, 10-300ഓളം സേവനങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ട്രെയിനിങ് തരും. പിന്നെ മറ്റൊന്ന് ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലർ കണ്ടില്ലേ, ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്നത് ഓൺലൈൻ കേന്ദ്രങ്ങളൊക്കെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് ടീമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നില്ല, ആ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതായത് സർക്കാർ ഓഫീസോട്ട് വിളിച്ചു ചോദിച്ചാൽ കൃത്യമായ മറുപടിയോ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടോ കിട്ടില്ല. ആ സമയം അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ബാക്ക് എൻഡ് സപ്പോർട്ട് ടീമുണ്ട്. അവർ കൃത്യമായ മറുപടി ചെയ്ത് അവിടുത്തെ എന്താണ് പ്രശ്നമെന്ന് നോക്കും. അതേപോലെ ഭാവിയിൽ അതേപോലത്തെ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സിന്, ക്ലയൻസിന് ആവശ്യമായിട്ട് വരുന്നത് ആക്യുറസിയും അതുപോലെ തന്നെ സമയ ക്ലിപ്തതയുമാണ്. അത് എത്രത്തോളം ഈ മിത്രം ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സാധാരണ രീതിയിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത്. ഒരു കാരണം അറിയാത്തത് കൊണ്ട് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. കാരണം കൃത്യമായ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുണ്ട്. മറ്റൊന്നിനെ സംബന്ധിച്ചിടത്തോളം ചിലവരെല്ലാം ഇത് ഈ ഡോക്യുമെൻ്റെല്ലാം മേടിച്ച് വെച്ചിട്ട് ഇതെന്താണ് ചെയ്യേണ്ടത് തേർഡ് പാർട്ടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ശക്തമായ ടീം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ മിത്രത്തിലേക്ക് വന്നത്? അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ജനസേവന കേന്ദ്രം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് സാർ എങ്ങനെയാണ് വന്നത്? ആ സ്റ്റോറി, ഇൻസ്പയറിംഗ് സ്റ്റോറി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ സംബന്ധിച്ചോളം ഒരു സാധാരണ ഒരു രീതിയിലായിരുന്നു. കാരണം ഒരു 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് തന്നെ ഞാൻ കൂലിത്തൊഴിൽ കാര്യങ്ങളിലായിട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ്. അതായത് കൃഷിപ്പണി, പെയിൻറ്റിങ്, അങ്ങനെ പല തൊഴിലും ചെയ്തു. ഒരു 15 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം കല്യാണമെല്ലാം കഴിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് SLC എഴുതുന്നത്. അങ്ങനെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ചെറിയ ബിസിനസ് ചെയ്യുന്നു. അതിൻ്റെ പരാജയം, അത് കുറേ നാട്ടിൽ ചെയ്ത ബിസിനസ്സുകൾ പലതും പരാജയമായിരുന്നു. അങ്ങനെ അത് കടബാധ്യത കാര്യങ്ങളാക്കി ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ തിരിച്ചു വന്നപ്പോഴാണ് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം ഇപ്പം ഗൾഫിൽ സാധാരണ പണ്ടത്തെ രീതിയാണെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. കാരണം സാധാരണ ഇവിടെ ഒരു കൂലി പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഗൾഫിൽ പോയിട്ടെല്ലാം വന്ന ഒരു പ്രത്യേക വരുന്നു, കുറേ നാൾ ഇൻസൈഡും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നു. ഒരു ഗൾഫുകാരനായിട്ട് വന്നിട്ട് പിന്നെ ഒരു സാധാരണ ഒരു പഴയ തൊഴിലോട്ട് പോകാൻ ഒരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് സംബന്ധിച്ച് നോക്കിയപ്പോഴാണ് ആ സമയത്താണ് എല്ലാ ഈ സംവിധാനങ്ങളും ഓൺലൈനോട്ട് വരുന്നത്. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി. അത് 2014 കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്തെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളോ മുടക്കി ചെയ്യാനുള്ള ഒരു ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ജനസേവന കേന്ദ്രമാണെങ്കിൽ. അങ്ങനെ ഞാൻ അത് ചെയ്തു. അവിടെ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ മിത്രം എന്ന ഇപ്പം 2400ഓളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം.
കാരണം എന്താ വെച്ചാൽ ഞാനൊരു അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട്. ആ സമയത്ത് അതായത് സർക്കാർ ഓഫീസോട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മറുപടിയില്ല. പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ ഇൻഡിവിജ്വലായ ഒരു വ്യക്തി പോയിട്ട് പല കമ്പനികളുമായി ടൈപ്പ് ചെയ്യാൻ അവരുടെ സർവീസിന് പോകുമ്പം എനിക്ക് ഡയറക്റ്റ് തരില്ല, കാരണം ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തരില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞാനൊരു വാട്സാപ്പ് ഒരു കൂട്ടായ്മയാക്കി. ഇത് എൻ്റേതായ പ്രശ്നം മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി. അവരെ ഹെൽപ്പ് ചെയ്യാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ ആ രീതിയിൽ തുടങ്ങി അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തോട്ട് എത്തിയത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷ എഴുതുന്നത് പറഞ്ഞല്ലോ. ആ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. അത് കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് SLC എല്ലാം എഴുതാൻ തോന്നലുണ്ടായത്. കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പലയിടത്തും പോകുമ്പോൾ നമ്മളൊരു 9ാം ക്ലാസ്സുകാരൻ തോന്നുന്നുണ്ടായിരുന്നു. അതങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. നൈറ്റ് വാച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ജോലിയെല്ലാം ചെയ്യും. ജോലിയെല്ലാം ശേഷം 6 മണി തൊട്ട് 8 മണി വരെ നൈറ്റ് വാച്ചിനാണ് പോയിട്ടാണ് SLC പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിൽ SLC എഴുതാൻ പോകുമ്പോൾ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. കാരണം ഏജ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ രസകരമായിട്ടുള്ള സംഭവങ്ങൾ? ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കുട്ടികളുടെ കൂടെയാണ് SLC തന്നെ. ഇപ്പം തുടക്കം തന്നെ അങ്ങനെയാണ്. ഇപ്പം ഞാൻ SLC എഴുതാൻ വേണ്ടി നേരെ സ്കൂളിലോട്ട് പോകുന്നു. ചപ്പാട് ഹൈസ്കൂളിലാണ്. മീശെല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. കുട്ടികൾ ഞാനവിടെ രാവിലെ പോകുന്നു. രാവിലെ ഒരു ബുക്കെല്ലായിട്ട് നേരെ പോകുന്നു. അന്നേരം നേരെ കുട്ടികളുടെ എഴുന്നേറ്റ് പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് പേടിച്ചോളെ നിൽക്കുന്നു. ഞാൻ പിന്നെ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. നേരെ അവിടെ വന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുന്നു. ഞാൻ പോയി നേരെ എടുത്ത് ഫ്രണ്ടിൽ ഒരു റൈറ്റ് സൈഡിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നപ്പോൾ കുട്ടികളെല്ലാം ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോഴാണ് ഇത് മാഷല്ല, ഇത് എഴുതാൻ വേണ്ടി വന്ന സ്റ്റുഡൻ്റാന്ന് മനസ്സിലായത്. പിന്നെ എല്ലാവരും നല്ല കമ്പനി, നല്ലൊരു ബന്ധമായിരുന്നു. അപ്പോൾ കുടുംബത്തിലുള്ളവർ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ എഴുതാൻ പോകുമ്പോൾ? ഇനി ഇതിനൊന്നും പോകണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുമില്ല. അവർ പറഞ്ഞിട്ട് വല്ല പോയത് അവർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കില്ല. ഞാൻ പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇഷ്ടത്തിൽ അങ്ങ് പോവുക. കുടുംബം എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ ഇത്രയും വലിയ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമയാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം പ്രേക്ഷകർക്ക് വരും. ബിസിനസ് കുടുംബത്തിൽ നിന്നാണോ വന്നേക്കുന്നത്? മറ്റുള്ളവർ ബിസിനസ് ചെയ്തിട്ടുണ്ടോ കുടുംബത്തിൽ ആരെങ്കിലും എന്നൊരു ചോദ്യം വരും. അങ്ങനെയൊക്കെ ആരെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും അങ്ങനെ ഒരു കുടുംബത്തിലൊന്നും അല്ല. സാധാരണ കൃഷിക്കാരായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷെ എനിക്കെന്താ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ഒരു ബിസിനസ് ഇതിലൂടെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇപ്പം ബിസിനസ് ചെയ്യാണ്ട് ഇപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഇപ്പം വീട്ടിൽ കുടുംബത്തിലാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ നാട്ടുകാരോടോ വീട്ടിൽ വരെ പറഞ്ഞിട്ടില്ല. വീട്ടിൽ പറഞ്ഞില്ല. വീട്ടുകാരോട് പറഞ്ഞ് 25,000 രൂപ സാലറിക്ക് ഇവിടെ ജോലിക്ക് പോവുകയാണെന്ന്. അതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു. ഇതിനെക്കുറിച്ചൊരു സംശയങ്ങളോ കാര്യങ്ങളോ എന്നെ ഒരു ബുദ്ധിമുട്ടാക്കിയാണോ ഒന്നും വന്നിട്ടുമില്ല. ഇവിടെ ജോലിക്ക് പോയേക്കാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു ബിസിനസ്സിന് തുടക്കം എന്ന് പറഞ്ഞാൽ കൃത്യമായി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ആരും നെഗറ്റീവ് ആക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സാർ തന്നെ മാത്രം ചിന്തിച്ച് സാർ തന്നെ പ്ലാൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ സാറായിരുന്നു അതിന്റെ ഓൾ ഇൻ വൺ അല്ലേ? എല്ലാ പ്രവർത്തനങ്ങളും സാർ ഒറ്റക്കായിരുന്നു. ടെൻഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ സാർ താല്പര്യം. അതിനുശേഷമാണ് ആൾക്കാർ കൂടിയപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു. അത് തന്നെ ഒരു ലെവലിൽ എത്തിക്കാന് ശേഷം മാത്രമാണ്, ഒരു ഇൻ്റർവ്യൂവിനെല്ലാം ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതെൻ്റെ സ്ഥാപനമാണെന്ന് അറിയാൻ തുടങ്ങിയത്. മനസ്സിലാക്കുന്നത് അത് വലിയ സസ്പെൻസ് ആണ് ആക്ച്വലി. കാരണം ഈ ഒരു SLC ഒരു പ്രായത്തിൽ എഴുതി പാസ്സാവുന്നതായാലും അതല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഫാമിലി അറിയുന്നതെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രസകരവുമാണ്, അതോടൊപ്പം തന്നെ എക്സൈറ്റിങ്ങുമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർ പിറ്റേ ദിവസം വെച്ചിട്ട് ചോദിക്കും. അവർ എല്ലാവരും വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ അവരോടൊക്കെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർ ചോദിക്കും എന്തായി, ശരിയാവുമോ, ശരിയായില്ല, ഇത് നടക്കുമോ? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ എന്തായി റിസൾട്ട് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്താൽ തുടക്കക്കാർക്ക് എന്താണെന്ന് അറിയാമല്ലോ, തുടക്കത്തിലൊന്നും കൃത്യമായ ഒരു വരുമാനമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ സാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒളിച്ചു വെക്കൽ ഉണ്ടായത്. എങ്കിൽ പോലും സാറിന് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു ഇത് സക്സസിലേക്ക് എത്തുന്നുള്ള ഹോപ്പ്? തീർച്ചയായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 രൂപ പോലും വരുമാനം കിട്ടാതിരുന്നപ്പോഴും ഇത്രയും ടീമിന് ആദ്യത്തെ കണ്ടീഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഓർക്കുന്നു, ഞാൻ ഓൺലൈനിൽ ലോൺ എടുത്തിട്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയം അവർ തന്നെ എന്നോട് പറയും ഇതെങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള തോന്നൽ നമ്മുടെ സ്റ്റാഫ് തന്നെ പറയാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്രത്തോളം വലിയൊരു സ്ഥാനത്തോട്ട് എത്തിയത്, പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. തീർച്ചയായും. അപ്പം